നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ മനുഷ്യൻ്റെയും നെഞ്ചിനെ തൊടുന്ന തരത്തിൽ അത്രയേറെ വൈകാരികമായ വാക്കുകളായിരുന്നു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് നമ്മൾ ഓരോരുത്തരുടെയും ചെവികളിലേക്ക് ഹൃദയത്തിലേക്ക് എത്തിയത്. അത്രയേറെ വൈകാരികമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിസംബോധന. രാജ്യത്തിലെ സ്ത്രീകൾക്ക് ഏറെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു നിയമത്തെയാണ്, ഒരു ബില്ലിനെയാണ് കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് അട്ടിമറിച്ചത്. അവർ അത് ഭ്രൂണഹത്യ ചെയ്യുകയായിരുന്നു. വടക്കെന്നോ തെക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ ഇല്ലാത്ത എല്ലാ ഇടങ്ങളിലെയും സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു, അവരുടെ അഭിമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഒരു ബില്ലായിരുന്നു കോൺഗ്രസ് അട്ടിമറിച്ചത് എന്നുള്ളതായിരുന്നു. എന്തായാലും ഇത്രയേറെ രാജ്യം ആഗ്രഹിച്ചിരുന്ന ഒരു നിയമത്തെ എങ്ങനെയാണ് ഇവർക്ക് അട്ടിമറിക്കുവാൻ കഴിഞ്ഞത്? രാജ്യത്തെ നാരികൾ, രാജ്യത്തെ സ്ത്രീകൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല. കോൺഗ്രസിനും DMKയ്ക്കും സമാജ്വാദി പാർട്ടിക്കും നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഓരോ മനുഷ്യനും, രാജ്യത്തിലെ ഓരോ മനുഷ്യനും, മനസ്സാക്ഷിയുള്ള ഓരോ വ്യക്തിക്കും ഈ ബിൽ പരാജയപ്പെട്ടതിൽ ദുഃഖമുണ്ടായി. അതിൽ ഒരാളാണ് താനും എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയായിരുന്നു. നാരീശക്തി വന്ദൻ അധിനിയം പരാജയപ്പെടുമ്പോൾ അത് ഒരു സ്വാർത്ഥ ചിന്തയുടെ വിജയമാണ്. ഈ ബിൽ പരാജയപ്പെടാൻ കാരണമായത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെയും DMKയുടെയും ഒക്കെ സ്വാർത്ഥതയുടെ വിജയമാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ തളരില്ല, ഇത് പോരാട്ടത്തിൻ്റെ തുടക്കമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആർട്ടിക്കിൾ 370 എടുത്തു കളയുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് എതിർത്തു. GST കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് എതിർത്തു. രാജ്യത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ കൈകളിലേക്ക് കാശെത്തുന്ന തരത്തിൽ ജൻധൻ ആധാർ മൊബൈൽ പോലുള്ള പദ്ധതികൾ, ജൻധൻ ആധാർ മൊബൈൽ പദ്ധതി ജാം ട്രിനിറ്റി കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് അതിനെ എതിർത്തു. രാജ്യത്ത് അഭിമാനകരമായ എന്ത് നേട്ടം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് ഉതകുന്ന അത്തരത്തിലെ എന്ത് പദ്ധതികൾ വന്നാലും കോൺഗ്രസ് എതിർക്കും. അങ്ങനെയാണ് കോൺഗ്രസ് അവരുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തോട് പറഞ്ഞത്. ബംഗാളിലെ സ്ത്രീകൾക്ക്, തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് എന്ന് വേണ്ട രാജ്യത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് രാജ്യത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഗുണകരമായ രീതിയിലാണ് ഈ ബില്ല് തയ്യാറാക്കിയത്. എന്തിനാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്? ഡീലിമിറ്റേഷൻ വരുന്നതിൻ്റെ പേരിലാണോ? ഈ രാജ്യത്തിലെ മണ്ഡല പുനർനിർണയം സംഭവിക്കുന്ന കാര്യത്തിലാണോ? അങ്ങനെയുള്ള കാര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവർ എതിർക്കുക? രാജ്യത്തിലെ മണ്ഡല പുനർനിർണയം എന്ന് പറയുമ്പോൾ ശതമാനക്കണക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. രാജ്യത്തിലെ എല്ലാ ഇടങ്ങളിലും അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ രീതിയിൽ മണ്ഡല പുനർനിർണയം നടത്തുന്നതിൽ എന്താണ് തെറ്റ്? അത് രാജ്യത്തിലെ ഡീലിമിറ്റേഷൻ 1977 മുതൽ ഇതുവരെയും തടഞ്ഞു വയ്ക്കുകയായിരുന്നു. എത്രയേറെ വർഷം, 50-ലേറെ വർഷമായിട്ട് ഡീലിമിറ്റേഷൻ തടഞ്ഞു വയ്ക്കുന്നു. രാജ്യത്തിലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് അവർക്കൊരു പ്രതിനിധി വേണ്ടേ? ആ രാജ്യത്തിലെ ഓരോ വ്യക്തിക്കും ആ പ്രതിനിധി എൻ്റെ പ്രതിനിധിയാണെന്ന് പറയുവാൻ കഴിയണ്ടേ? എത്ര പേർക്ക് ചേർന്നാണ് ഒരു പ്രതിനിധി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്? രാജ്യത്ത് 26 കോടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഈ ഉത്തർപ്രദേശത്തിന് 80 പ്രതിനിധികൾ മാത്രമാണുള്ളത്. ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ 20 പ്രതിനിധികൾ. എത്ര കോടി ജനസംഖ്യയാണ് കേരളത്തിലുള്ളത്? അങ്ങനെ ഒരു ജനസംഖ്യയ്ക്ക് ആനുപാതികമായ രീതിയിൽ ഡീലിമിറ്റേഷൻ നടത്തണം, എങ്കിലേ യഥാർത്ഥ രീതിയിലുള്ള ഒരു ജനാധിപത്യ വത്കരണമെന്ന് നമുക്കവിടെ പറയുവാൻ പറ്റൂ. അതിൻ്റെ പേരിൽ എന്തിനാണ് ഈ വനിതാ ബില്ലിനെ എതിർക്കുന്നത്? അതല്ല ഇതിന് പിന്നിലെ കാരണം. അതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തങ്ങളുടെ സഖ്യകക്ഷികളും, പ്രധാനമായിട്ടും മുസ്ലിം ലീഗ് പോലുള്ള സഖ്യകക്ഷികൾ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുസ്ലിം വോട്ട് ബേസ്, സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്ത പലതരത്തിലുള്ള സംഘടനകൾക്കും വേണ്ടിയിട്ടായിരുന്നു അവരിത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വച്ചത് എന്ന് രാജ്യത്തിൻ്റെ മുൻ അനുഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഷാബാനു കേസ് അട്ടിമറിച്ചത് എന്തിൻ്റെ പേരിലായിരുന്നു? ഷാബാനുവിന് ന്യായം, നീതി ലഭിക്കും എന്ന പേരിൽ മാത്രമായിരുന്നു. അതായത് മുസ്ലിം പുരുഷന് വേണ്ടിയിട്ടായിരുന്നു അത് അട്ടിമറിച്ചത്.
ട്രിപ്പിൾ തലാഖ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിലനിൽക്കണമെന്ന് വാദിച്ചത്? ട്രിപ്പിൾ തലാഖ് ഈ രാജ്യത്തെ മുസ്ലിം പുരുഷന്മാരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ആ നിയമത്തെ എതിർത്തത്, അല്ലെങ്കിൽ ആ ക്രിമിനൽ വത്കരണത്തെ എതിർത്തത്. അത്തരത്തിൽ രാജ്യത്തിന് അഭിമാനകരമായി, രാജ്യത്തിന് നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ, രാജ്യത്തിലെ വനിതകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കോൺഗ്രസ് എതിർത്തത് കോൺഗ്രസിൻ്റെ സങ്കുചിതമായ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുന്നതിന് പോലും കോൺഗ്രസ്സിന് ഒരു താല്പര്യവുമില്ല. 370 എടുത്തു കളയുന്നതിൽ കോൺഗ്രസ്സിന് താല്പര്യമില്ല. കാരണം അവിടെ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഫണ്ട് കിട്ടുമ്പോൾ തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. തിന്നുക, കുടിക്കുക, മലർന്നുറങ്ങുക എന്നതിനപ്പുറം ഒന്നും കോൺഗ്രസിൻ്റെ ലക്ഷ്യമല്ല എന്നാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത്. ഇത് രാജ്യത്തിൻ്റെ നഷ്ടമാണ്, ആ നഷ്ടത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല. ഈ ആത്മവീര്യം തകർക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷികളും സാധിക്കില്ല എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അത്യധികം അഭിമാനത്തോടു കൂടി പ്രധാനമന്ത്രിയോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ് ഈ രാജ്യത്തിലെ ജനതയും ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. അല്ലാതെ എൻ്റെ സഹോദരി എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്തു, എൻ്റെ സഹോദരി ചെയ്താൽ എല്ലാവരും ചെയ്യും, അതായത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും തുറന്നിട്ടിരിക്കുന്ന സ്ത്രീകൾ ആ ഭാഗത്തേക്ക് കടന്നു വരുവാൻ കഴിയും. പക്ഷേ അത്തരത്തിലല്ല രാജ്യത്തിലെ എല്ലാ വനിതകളുടെയും ഒരു സാഹചര്യം എന്നത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതായിരുന്നു, രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടതായിരുന്നു. രാഹുൽ ഗാന്ധി ഡീലിമിറ്റേഷനെ അത്യധികം എതിർക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ പ്രസംഗിച്ചത്. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഡീലിമിറ്റേഷനെ എതിർക്കുന്നത്? ഒരു ന്യായീകരണവും അതിൽ നടത്തുവാനായിട്ട് സാധിക്കില്ല. കാരണം ഡീലിമിറ്റേഷൻ ഈ രാജ്യത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള, അതായത് മണ്ഡല പുനർനിർണയം ഈ രാജ്യത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ മണ്ഡല പുനർനിർണയം നടത്തിയെങ്കിൽ മാത്രമേ എല്ലാ വ്യക്തികൾക്കും, എല്ലാ മനുഷ്യർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവരാഗ്രഹിക്കുന്ന തരത്തിലൊരു റെപ്രസെൻറ്റേഷൻ ഭാരതത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുകയുള്ളൂ. ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സുണ്ടാകുകയുള്ളൂ എന്ന തിരിച്ചറിവായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വേണ്ടത്. പക്ഷേ ഇത് ഭരണപക്ഷം കൊണ്ടുവന്നു എന്നതിനൊറ്റ കാരണം കൊണ്ട് തന്നെ അവരിതിനെ എതിർക്കുകയാണ് ചെയ്തത്. ബംഗാൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എതിർത്തത്? സമാജ്വാദി എന്തിനു വേണ്ടിയിട്ടായിരുന്നു എതിർത്തത്? DMK എന്തിനു വേണ്ടിയിട്ടായിരുന്നു എതിർത്തത്? ഇവർക്ക് ആർക്കും ജനസംഖ്യ ഇല്ലാത്തത് കൊണ്ടാണോ? ഇവിടെ എല്ലാ ഇടങ്ങളിലും ആവശ്യത്തിന് ജനസംഖ്യയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും അർഹമായ പ്രാതിനിധ്യം ലഭിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിൽ തന്നെ ഡീലിമിറ്റേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ മണ്ഡല പുനർനിർണയം വരുമ്പോൾ ചില ജില്ലകൾക്ക് കൂടുതൽ സീറ്റ് കിട്ടും. അത് ആ ജില്ലകളിൽ ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇത് മതപരമായ വർഗീയതയാണെന്ന് കേരളത്തിൽ പറയണ്ടേ? മലപ്പുറത്തിൽ സീറ്റുകളുടെ എണ്ണം കൂടുതലല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഇതുകൊണ്ടൊന്നുമല്ല കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്. മറിച്ച് സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ്സിന് അവരുടെ തട്ടിപ്പ് നാടകങ്ങൾ നടത്തുവാനായിട്ട് കഴിയുകയില്ല. രാജ്യത്തെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുവാൻ മാത്രമേ, അതായത് ഇന്ന് അഖിൽ മാരാറെ പോലുള്ള ആൾക്കാരുൾപ്പെടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ് ഈ രാജ്യത്തിലെ UPയെ എതിർക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായി തങ്ങളുടെ അധികാരത്തിലെത്തുവാനുള്ള സാധ്യതയെ തള്ളിക്കളയുവാനാണ് BJP ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ UPയിൽ കോൺഗ്രസ്സിന് ഒരു കാലത്തും ജനങ്ങളുടെ മനസ്സ് കീഴടക്കുവാൻ സാധിക്കില്ല എന്നാണ്. കാലങ്ങളോളം കോൺഗ്രസ് ഭരിച്ച ഉത്തർപ്രദേശിനെ കുറിച്ചാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ കാലങ്ങളോളം ഭരിച്ച ബീഹാറിനെ കുറിച്ചാണ് ഇത് പറയുന്നത്, കാലങ്ങളോളം ഭരിച്ച മറ്റ് പല പ്രദേശങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെയും കോൺഗ്രസ് ഉണ്ടായിരുന്നു, ബംഗാളിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ ഇവരെ പടിയടച്ച് പിണ്ടം വച്ചത് അവിടുത്തെ ജനതയ്ക്ക് വേണ്ടാത്തത് കൊണ്ടാണ്, ജനതയ്ക്ക് ജനോപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങൾ വീണ്ടും ജനതയിലേക്ക് വരൂ, തീർച്ചയായിട്ടും ജനങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുവാൻ തയ്യാറാകും എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബില്ലിനെ അട്ടിമറിച്ച ഈ കോൺഗ്രസിനോടും സഖ്യകക്ഷികളോടും ജനം പൊറുക്കില്ല എന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്.
ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.